കരഞ്ഞു. കഴിഞ്ഞിട്ടില്ല സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു ഉമ്മു സലമ ബീവിയുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, യാ ഉമ്മ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉമ്മ. ഉമ്മു സലമ ബീവി ഉമർ എന്നവരെക്കാളും പ്രായം ചെറിയവരാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മമാരാണ്. പിന്നെ അവരെ ഉമ്മ എന്നാണ് വിളിക്കുക. ഉമർ എന്നവർ ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇനിയുള്ള നമ്മുടെ കാലത്തെ കള്ള ശൈഖന്മാര് കേൾക്കേണ്ടത്. അവർ ശരിക്ക് ദീൻ പഠിക്കണം. ശരീഅത്തില്ലാതെ എന്ത് ത്വരീഖത്ത്, ശരീഅത്ത് പഠിക്കാതെ എന്ത് ഹഖീഖത്ത്. അള്ളാന്റെ ദീൻ പഠിക്കാതെ ജനങ്ങളെ പഴപ്പിക്കുന്ന ആളുകളോട് പറയട്ടെ, ദയവ് ചെയ്ത് അള്ളാന്റെ ദീന് കൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യല്ലേ. അള്ളാഹുവിന്റെ ദീന് അല്ലാഹു ഫൗക സബ്ഇ സമാവാത്, റബ്ബാനിയായ അള്ളാന്റെ നിയമങ്ങളാണിത്. ഇത് നമുക്ക് കൈകടത്താൻ പറ്റൂല. ഈ ശരീഅത്ത് അങ്ങനെ നിലനിൽക്കണം. ഇത് ഹബീബെന്ന് സ്വഹാബെന്ന് പഠിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ തോന്നിയ പോലെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ട് എന്റെ കൈ പിടിച്ചാൽ സ്വർഗത്തിൽ വരാമെന്നൊക്കെ ആർക്ക് പറയാൻ ധൈര്യം വരും ഈ ലോകത്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെക്കാളും വലിയവരാണോ നമ്മള്? സൽമാൻ ഫാരിസി തങ്ങളെക്കാളും വലിയവരാണോ നമ്മള്? ഇബ്നു അബീ മുലൈക തങ്ങളെക്കാൾ, ഹസനുൽ ബസ്രിയേക്കാൾ, മഹാനായ ഇബ്രാഹിം തൈമിയേക്കാൾ, ഇബ്രാഹിം നഖയിയേക്കാൾ നമ്മൾ ആരാ നമ്മളെ പറ്റി വിചാരിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചെന്നു ഉമ്മു സലമ ബീവിന്റെ മുമ്പിലേക്ക്. യാ ഉമ്മ, ഉമ്മ, ഉമ്മു സലമ, ഹൽ സമ്മാനി റസൂലുള്ളാഹി മിൻഹും. ഉമ്മു സലമ, നാളെ മരിച്ചാൽ റസൂലുള്ളാഹിനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞവരിൽ എന്റെ പേര് നബി പറഞ്ഞിട്ടുണ്ടോ ഉമ്മു സലമ? ആരായി ചോദിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇമാം ബസ്സാർ എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ച ബിസനദിൻ സ്വഹീഹിൻ, സ്വഹീഹായ സനദോട് ഉദ്ധരിച്ച ഹദീസാണിത്. അസമ്മാനി റസൂലുള്ളാഹ്, എന്റെ റസൂല് ഉമറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഉമ്മു സലമ. നാളെ റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം കിട്ടാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരായ ആളുകളിൽ ഞാനുണ്ടോ ഉമ്മു സലമ എന്ന് ചോദിച്ചപ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, മഹദി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റളിയല്ലാഹു തആല അൻഹ, ലാ യാ ഉമർ, ഉമറേ നിങ്ങളുടെ പേര് അതിലില്ല. വലാ ഉഅമ്മിലു അഹദൻ ബഅദക, ഇനി ഒരാളും എന്നോട് വന്ന് ഈ ഒരു ചോദ്യം ചോദിക്കരുത്, ഞാൻ ഇനി മറുപടി പറയില്ല. ഉമറേ നിങ്ങളുടെ പേരതിലില്ല. ഇനി വേറൊരാൾ വന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരതിലില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ആര് പറയുന്നു? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമറേ നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങളുടെ വിഷയം പറഞ്ഞു തരാം, നിങ്ങളതിൽപ്പെട്ടവരല്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ച ചോദ്യകർത്താവ് ആരാണ്? ഈ ഉമ്മത്തിന്റെ രണ്ടാമത്തെ ഖലീഫയും. എത്രയോ വിഷയങ്ങളിൽ അള്ളാന്റെ വഹി ഉമർ എന്നവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഖുർആനിൽ വഹി ഇറങ്ങിയ ഇന്ന മിൻ ഉമ്മതി ഇയകും മിൻ ഉമ്മതി മുഹദ്ദസൂന വമുകല്ലമൂൻ, എന്റെ ഉമ്മത്തിൽ അല്ലാഹു തആല ദിവ്യബോധനം നൽകുന്ന അംബിയാ കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ഇൽഹാം ലഭിക്കുന്ന മുകല്ലമീങ്ങള്, മുഹദ്ദസീങ്ങള്, അങ്ങനെ ആരെങ്കിലും അംബിയാഇന്റെ കാലശേഷം അല്ലാഹു നേരിട്ട് ഖൽബിലേക്ക് ഇൽമ എറിഞ്ഞു കൊടുക്കുന്നവര് എന്റെ ഉമ്മത്തിലുണ്ടെങ്കിൽ ഇന്നഹു ലഉമറു, അത് ഉമറാണ്, ഉമറാണ്, ഉമറാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ആ ഉമർ എന്നവർ പേടിച്ചു പോയി. ഉമ്മു സലമ എന്റെ പേര് അതിലുണ്ടോ? നബി തങ്ങൾ പറഞ്ഞതിലുണ്ടോ? ഇതാണ് മുഅ്മിനായ മനുഷ്യൻ. ഒരു മുഅ്മിൻ ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്ന ആളാണ്. ആ പേടിയുള്ളത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്ന ആളാണെന്ന് വിചാരിച്ചു പോകുന്നത്. അങ്ങനെ വിചാരിച്ചു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. തൗബ ചെയ്ത് മടങ്ങേണ്ട വിഷയങ്ങളാണത്. സംഭവിച്ചു പോയത് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു പുറത്തു തരട്ടെ. ഇനി സംഭവിച്ചുകൂടാ. കാര്യം അറിയാതെയോ മനസ്സിലാക്കാതെയോ ശ്രദ്ധിക്കാതെയോ പറഞ്ഞു പോകുന്ന തെറ്റുകൾ ഉണ്ടാകും. ആരെയും ആക്ഷേപിക്കുകയല്ല, കാര്യം ബോധ്യപ്പെട്ടതിന്റെ ശേഷം ഇനി അങ്ങനെ ചെയ്തു പോകരുത്. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉമറേ ലാ യാ ഉമർ വലാ ഉഅമ്മിലു അഹദൻ ബഅദക, ഇനി ആരും എന്നോട് ഞാനുണ്ടോ ഞാനുണ്ടോ എന്ന് ചോദിച്ചു വരണ്ട. ഉമറേ നിങ്ങൾക്ക് മാത്രം ഞാൻ ഉത്തരം തരും, നിങ്ങളതിലില്ല. വേറെ ഒരാളും എന്നോട് ഇനി ചോദിക്കരുത്. ആര് പറഞ്ഞു? റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഇത് സ്വഹാബത്തിന്റെ അവസ്ഥയാണ്. അവർ നരകത്ത് പോകുന്നല്ല ഇത് പറഞ്ഞതിന്റെ അർത്ഥം. അത് അവരുടെ ഈമാനിന്റെ തെളിവാണ്, അവരുടെ ഈമാനിന്റെ ഖനമാണ് പറയുന്നത്.
റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ഹബീബിനെ വിശ്വസിച്ച മുഴുവൻ ആളുകളും നാജൂൻ, അവർ രക്ഷപ്പെടുന്നവരാണ്. പക്ഷെ അവരിൽ മുനാഫിക്കുകളായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ചാണ് നബി പറയുന്നത്. കപട വിശ്വാസികൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും മുസ്ലിമീങ്ങളാണെന്ന് പറയും. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മുനാഫിഖീങ്ങൾ വന്ന് തൗഹീദിന്റെ വചനങ്ങൾ ചൊല്ലാറുണ്ട്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖീങ്ങൾ നുണയാണ് പറയുന്നതെന്നതിന് അല്ലാഹു സാക്ഷിയാണ്. അവരും നബിയുടെ സ്വഹാബിമാരെന്നാ പറയാ. റസൂലുള്ളാഹിനെ കാണാൻ ഭാഗ്യം കിട്ടാത്ത, ഈ ഭൂമിയിൽ കണ്ടവര്, ഇനി ഒരിക്കലും നബിയെ കാണാൻ കിട്ടാത്തവര് എന്റെ സ്വഹാബിമാരാണെന്ന് പറഞ്ഞു നടക്കുന്നവരിൽ ചില ആളുകളുണ്ട്. അതാണ് നബി ഞങ്ങൾ പറയുന്നത്. ഈ ഹദീസ് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഹദീസാണ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ സംഭവിക്കുന്ന അപകടം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ സംഭവം ഇമാം ഹാക്കിം എന്നവരെ മുസ്തദ്റക്കിൽ, ഇമാം ബുഖാരി മുസ്ലിം തങ്ങളുടെ അലാ ശർത്തി ശൈഖൈൻ ബിസനദിൻ സ്വഹീഹിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിയാൻ, മകനും വാപ്പയും സ്വഹാബിമാരാ. എന്താ പറയുന്നത്? ഒരു കാലം വരാൻ പോകുന്നു. പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടും. നമ്മുടെ പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ? ജുമഅക്കൊക്കെ ഒരുപാട് ആൾ ഒരുമിച്ച് കൂടും. ലൈസ ഫീഹിം മുഅ്മിനുൻ, അവരിൽ ശരിയായ ഒരു മുഅ്മിന് പോലും ഇല്ലാത്ത ഒരു കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരൊറ്റ മുഅ്മിന് പോലും പറയാൻ കൂട്ടത്തിലില്ലാത്ത ഒരു കാലം വരും. നമ്മളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് പേടിക്കേണ്ട മുഅ്മിനെ. ഈ അസർ ഇമാം ഹാക്കിം എന്നവർ മുസ്തദ്റക്കിൽ സ്വഹീഹായ സനദോടുകൂടെ കൊണ്ടുവന്നു. സുബ്ഹാന റബ്ബി, എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? ഖുർആൻ ഉയർത്തപ്പെടുമെന്നല്ലേ നബി ഞങ്ങൾ പറഞ്ഞ? ഖുർആൻ ഉയർത്തപ്പെടും ആഖിർ സമാനിൽ. എന്താ പറഞ്ഞതിനർത്ഥം? എന്താ ഖുർആൻ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്ന ഹദീസ്, അസർ ശദ്ദാദ് ഇബ്നു മഅഖൽ എന്നവരല്ലാത്ത ആ സനദിൽ വന്ന മുഴുവൻ ആളുകളും ഇമാം ബുഖാരി തങ്ങളുടെ റാവികളായ ആളുകൾ അത്രയും സ്ട്രോങ് റിവായത്ത്. മുഅ്ജം കബീറിൽ ഇമാം തബറാനി, മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം എന്നവരും ഉദ്ധരിച്ചത് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ വിഷയം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരുടെ കാലശേഷം ഈ ഉമ്മത്ത് അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അവ്വല മാ തഫ്ഖിദൂന മിൻ ദീനികുമുൽ അമാന. സമയം നീണ്ടുപോകുന്നു, ക്ഷമിക്കണേ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇന്ന അവ്വല മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ അമാന. നിങ്ങളുടെ ദീനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് വിശ്വസ്തതയാണ്. മനുഷ്യന്മാർ കണ്ടവരെ വഞ്ചിക്കും. ജ്യേഷ്ഠൻ അനുജനെ, വാപ്പ മക്കളെ, മക്കള് വാപ്പയെ, നാട്ടുകാരെ വഞ്ചന, അമാനത്താണ് ദീനിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത്. എന്നാൽ അവസാനം വരെ നിസ്കാരമുണ്ടാകും. ഈ കള്ളന്മാരൊക്കെ നിസ്കരിക്കും ചെയ്യും. അതാ രസം, ഇവരൊക്കെ നിസ്കരിക്കും. അമാനത്തില്ല, ദീനിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്ന അമാനത്താണ്. പക്ഷെ ഇവരൊക്കെ നിസ്കരിക്കുന്നവരാണ്. ഈ ദീനിൽ നിന്ന് അവസാനം വരെ നിലനിൽക്കുന്ന നിസ്കാരമാണ്. ഒരുപാട് ആളുകൾ വന്ന് നിസ്കരിക്കും, അവർക്ക് ദീൻ ഉണ്ടാവില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിമാരിൽ ആലിമും മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിൽ ആലിമാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ. എങ്ങനെ? ആളുകൾ നിസ്കരിക്കും, അവർക്ക് ദീനില്ല. നിസ്കരിയും കുത്തി മറിയുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഖുർആനിനെ അല്ലാഹു എടുത്തു കളയും. അപ്പൊ അവര് ചോദിച്ചു, ഇബ്നു മസ്ഊദേ, യാ അബാ അബ്ദുറഹ്മാൻ, എങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഖുർആൻ എടുത്തു കളയുന്നത്? നല്ലൊരു ചോദ്യം. അവര് പറഞ്ഞു, വഖദ് ഖറഅനാ, ഞങ്ങൾ ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്തു. മുസ്ഹഫുകളിൽ പ്രിന്റ് ആയിട്ടും എഴുതിയിട്ടും ഞങ്ങൾ രേഖപ്പെടുത്തിയ മുസ്ഹഫ് ഞങ്ങളുടെ അടുത്ത് എടുത്തുകൊണ്ടുപോകെ. എന്താണ് ഈ പറയുന്നത്? മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ മറുപടി കൊടുത്തു, യുസ്റാ അലൈഹി ലൈല ഫയുൻസഉ മിൻ സുദൂരിർ റിജാൽ
ഫലാ യബ്ഖാ ഫിൽ അർളി മിൻഹു ആയ. ഒരു രാത്രിക്ക് രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഫിദീങ്ങളായ മുഴുവൻ ആളുകളുടെയും ഖൽബിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് ഖുർആൻ മറപ്പിച്ചു കളയുകയും ഒരു ഹാഫിദിന് പോലും ഒരു ആയത്ത് പോലും ഓർമ്മ വരാതെ അല്ലാഹു ഖുർആനിനെ ഖൽബിൽ നിന്ന് മറപ്പിച്ചു കളയുന്ന കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട്. അത് ഏതാണെന്നറിയോ? ഈമാനില്ലാത്ത ആളുകൾ നിസ്കരിക്കാൻ വരുന്ന കാലം. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ചർച്ച ചെയ്ത ഹദീസാണിത്, അസറാണിത്. അല്ലാഹു നമ്മുടെ ഈമാൻ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയ മുസീബത്ത് ഏതാണെന്നറിയോ? ഈ ഉമ്മത്തിന് വരുന്ന മുസീബത്ത് أعظم مصيبة تنزل على هذه الأمة بعد موت نبيها هي رفع القرآن. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയതിന് ശേഷം ഈ ഉമ്മത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയ മുസീബത്ത് ഈ ഉമ്മത്തിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഖുർആനിനെ എടുത്തു കളയലാണ്. അത് സംഭവിക്കുന്നത് വിശ്വാസത്തിൽ കാപട്യം വരുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം അതിസങ്കീർണമാണ്, വിശ്വാസത്തിലെ കാപട്യം എന്ന ആ ഒരു ടൈറ്റിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വിശ്വാസം, നമ്മൾ ആത്മവിശ്വാസത്തിൽ അങ്ങ് നീന്തി തുടിക്കുകയാണ്. നമ്മളൊക്കെ എവിടെയാണെന്ന് അല്ലാഹു ജല്ല ജലാലുവിനല്ലേ അറിയൂ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. യദ്റുസുൽ ഇസ്ലാം കമാ യദ്റുസു വശിയു സൗബ്. നമ്മുടെ വസ്ത്രത്തിലെ മാർക്കുകളും കളറൊക്കെ ഫെയ്ഡായി പോകുന്ന പോലെ ഇസ്ലാം നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോകുമത്രേ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സംഭവം മുസ്തദ്റക്കിലുണ്ട്, ഹക്കീം എന്നവരുടെ, ഇബ്നു മാജ തങ്ങളുടെ സുനനിലുണ്ട്. സൂര്യപ്രഭ പോലെ ശോഭയാർന്ന ഹദീസാണിത്, അസറാണിത്. സൂര്യപ്രഭ പോലെ ഇസ്ലാം ഇല്ലാതെ പോകുമത്രേ. ഇസ്ലാം എങ്ങനെ ഇല്ലാതാവും? ജനങ്ങൾക്ക് ദീനിനോട് മടുപ്പ് വരും. ഒക്കെ പാട്ടും കൂത്തും മ്യൂസിക്കും വിനോദവും സിനിമയും കള്ളുകുടിയും വ്യഭിചാരവും ഓടിപ്പോലും ചാടിപ്പോലും ആയിട്ട് അങ്ങനെ കാലം കഴിയും. ഇസ്ലാം ഇല്ലാതെയാവുന്ന കാലം വരുന്നു. ഹുദൈഫത്ത് ബിൻ യമാൻ എന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. ഹത്താ ലാ യുദ്റാ മാ സിയാം വലാ സ്വദഖ വലാ നുസുക്. എന്താണ് ഉംറ, എന്താ ഹജ്ജ്, എന്താ ഇബാദത്ത്, എന്താണ് നോമ്പ്, എന്താണ് നിസ്കാരം എന്നറിയപ്പെടാതെ പോകുന്ന കാലം വരും. ഒരു രാത്രി കൊണ്ട് അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് എല്ലാ ആയത്തുകളും മായ്ച്ചു കളയും. പിന്നെ ഭൂമിയിൽ ബാക്കിയുണ്ടാകുന്നത് ഒരു വിഭാഗം ആളുകൾ, ഫീഹിമുൽ അജൂസ് വശൈഖുൽ കബീർ. പ്രായമായ ആളുകള്, 60, 70, 80, 90 വയസ്സുള്ള ആളുകള്, ഒരു കൂട്ടം മുസ്ലിമീങ്ങളുടെ കൂട്ടം. അവര് പറയും, ഞങ്ങളുടെ വാപ്പമാര് പറയാറുണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ നിസ്കാരം ഞങ്ങൾക്കറിയില്ല, എന്താ നോമ്പ് ഞങ്ങൾക്കറിയില്ല, എന്താണ് ദീനിന്റെ സംസ്കാരമെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ വാപ്പമാരൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് ഞങ്ങളും പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ സ്വൽത്ത് ഇബ്നു സുഫർ റളിയല്ലാഹു അൻഹു താബിഈൻ ഹുദൈഫ തങ്ങളോട് ചോദിച്ചു, ഫമാ തുഗ്നി അൻഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹും ലാ യദ്റൂന മാ സിയാം വലാ സ്വദഖ വലാ നുസുക്. നിസ്കാരം എന്തെന്നോ നോമ്പ് എന്തെന്നോ ഹജ്ജ് എന്തെന്നോ അറിയാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ല ഉപകാരവുമുണ്ടോ? ഹുദൈഫ നബിയുടെ സ്വഹാബി, ആ കലിമ കൊണ്ട്, കലിമത്തു തൗഹീദ് കൊണ്ട് ഗുണം കിട്ടുമോ? ഹുദൈഫ തങ്ങൾ ഒന്നും മിണ്ടാതിറങ്ങിപ്പോയി. പിന്നാലെ ചെന്നു സ്വൽത്ത് ഇബ്നു സുഫർ എന്നവര് വീണ്ടും ചോദിച്ചു. ഹുദൈഫ എന്നൊരു മറുപടി പറഞ്ഞില്ല. മൂന്നാമത്തെ തവണ ഹുദൈഫ തങ്ങൾ പറഞ്ഞു, തുൻജീഹിം മിനന്നാർ, തുൻജീഹിം മിനന്നാർ, തുൻജീഹിം മിനന്നാർ. അവരറിവില്ലാത്തവരല്ലേ, അല്ലാഹു നരകത്തിന് രക്ഷ കൊടുക്കും, നരകത്തിന് രക്ഷ കൊടുക്കും. വിവരമില്ലാത്തവരല്ലേ, വിവരമില്ലാത്തവരല്ലേ. എന്നാൽ ദീൻ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ. വിശ്വാസത്തിൽ കളങ്കം വരികയും കാപട്യം വരികയും നമ്മൾ അല്ലാഹുവിന്റെ ആളുകളാണെന്ന് പറയുകയും എന്നാൽ നമ്മൾ അല്ലാഹുവിന്റെ ആളുകളല്ലാതെ പോവുകയും ചെയ്യുന്ന കാലം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു, ലഖദ് നസലത് അലാ റസൂലില്ലാഹി നഹ്വൻ മിൻ സൂറത്തി ബറാഅ വഖദ് അഖൽതുഹാ. അല്ലാഹുവിന്റെ റസൂലിന് സൂറത്തു തൗബ പോലെ ഒരു സൂറത്തുണ്ടായിരുന്നു, എന്നാൽ ക്യാൻസൽ ചെയ്യപ്പെട്ടു പോയ സൂറത്ത്. അങ്ങനെയുണ്ട് ഖുർആനിൽ, നാസിഖും മൻസൂഖും ഉണ്ട്. അങ്ങനെ മൻസൂഖായി പോയ ഒരു സൂറ
ഞാൻ നബിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിൽ അവർ ഓതിയിട്ടുണ്ടത്രേ, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിഅഖ്വാബിൻ ലാ ഖലാഖ ലഹും. അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു സ്ഥാനവുമില്ലാത്ത ആളുകളെ കൊണ്ട് ഈ ദീനിന് അള്ളാഹു ഉപകാരം ചെയ്തു കൊടുക്കുമത്രേ. നമ്മൾ മദ്രസ ഉണ്ടാക്കി, നമ്മൾ പള്ളിയുണ്ടാക്കി, അറബി കോളേജ് ഉണ്ടാക്കി. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് പുല്ല് വില പോലുമില്ലാത്ത ദുഷ്ടന്മാരായ ആളുകളായിരിക്കും ഇതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അവരെ വെച്ചുകൊണ്ട് പോലും അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു തആല ശക്തിപ്പെടുത്തും. അതിനർത്ഥം അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചു എന്നല്ല. അള്ളാഹ് സ്വീകരിച്ചു എന്നതിന് തെളിവല്ലാതെ അള്ളാഹിന്റെ ദീനിന് നേട്ടമുണ്ടാക്കാൻ ചില കള്ളുകുടിയന്മാരെ വരെ അള്ളാഹു രംഗത്തിറക്കുമത്രേ. അള്ളാഹുവിനോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ആളുകളെ അള്ളാഹു രംഗത്തിറക്കിയിട്ട് ഈ ദീനിന് മെച്ചമുണ്ടാകും. അവരുടെ മരണശേഷം ആ നാട്ടിൽ പള്ളി ഉണ്ടായല്ലോ, അവിടെ ഒരു മദ്രസ ഉണ്ടായല്ലോ, അൽഹംദുലില്ലാഹ്. ആ ഉണ്ടാക്കിയ ആളുകൾക്ക് ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അല്ലാഹുവിന്റെ അടുത്ത് പരലോകത്ത് ഒന്നും കിട്ടാനുണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകളെ കൊണ്ടുപോലും അള്ളാഹു ദീനിന് മെച്ചമുണ്ടാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞങ്ങൾ ഓതിയിട്ടുണ്ടെന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞാൻ അവസാനിപ്പിക്കുകയാണേ. ഇനി ഈ പറയുന്ന എന്നെ പറ്റിയും ഈ ഞാൻ ചെയ്യുന്ന പോലെയുള്ള പണി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആയ ദാഇമാരോ വഅദ് പറയുന്നവരോ ആയവരെ പറ്റി എന്ന് പറയുന്നത് എന്നെ പറ്റിയെന്നേ പറയുന്നുള്ളൂ. ഒരു സംഭവം കൂടെ പറയാം. അത് റസൂലുള്ളാഹിന്റെ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പേടിക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അക്സറു മുനാഫിഖീ ഉമ്മത്തി ഖുറാഉഹാ, എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ കപടവിശ്വാസികൾ എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ എത്തി കാര്യം? അക്സറു മുനാഫിഖീ ഉമ്മത്തി ഖുറാഉഹാ, എൻ്റെ ഉമ്മത്തിലെ ദീൻ പഠിച്ച ആളുകളായിരിക്കും എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുനാഫിഖീങ്ങൾ. സാധാരണക്കാരും നാടന്മാർക്കും ഈമാനുണ്ട്, അവർക്ക് ആലിമീങ്ങളോട് സ്നേഹമുണ്ട്, മഹത്തുക്കളോട് മഹബ്ബത്തുണ്ട്. ആ മഹബ്ബത്ത് ഇഖ്ലാസിന്റെ മഹബ്ബത്താണ്. ആലിമീങ്ങൾക്ക് മഹബ്ബത്ത് പണത്തോട്, ആലിമീങ്ങൾക്ക് മഹബ്ബത്ത് പൈസയോട്, ആലിമീങ്ങൾക്ക് മഹബ്ബത്ത് പാവപ്പെട്ടവരോട് തോന്നുന്നില്ല. മുതലാളിമാരോട്, ഉസ്താദന്മാരൊക്കെ മുതലാളിമാരെ പിന്നില്ല. മുതലാളിമാർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ അവർ വിളിച്ചാൽ ഓടിയെത്തും. പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. ഇങ്ങനത്തെ ഒരു കാലം. അക്സറു മുനാഫിഖീ ഉമ്മത്തി ഖുറാഉഹാ, എൻ്റെ ഉമ്മത്തിലെ തലപ്പാവതരിച്ച പണ്ഡിതന്മാർ, എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവരായിരിക്കും എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ കപടവിശ്വാസികൾ അത്രേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ശൈഖുൽ ഇസ്ലാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവർ പറയുമായിരുന്നു, ഇദാ ദുകിറസ്സാലിഹൂൻ ഫഉഫിൻ ലീ വതഫ്. സജ്ജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ നഷ്ടമേ, എൻ്റെ ശാപമേ, എൻ്റെ കഷ്ടമേ. സജ്ജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊന്നും അതിൽ പെട്ടുപോയില്ലല്ലോ. ആര് പറയാ? ശൈഖുൽ ഇസ്ലാം എന്ന് മുഅ്മിനീങ്ങൾ ഒത്തു വിളിച്ചിട്ടുള്ള മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മുൻഗാമിൽ കഴിഞ്ഞു പോയ മഹാൻ. സജ്ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാനൊന്നും അതിൽ പെട്ടുപോകുന്നില്ലല്ലോ എന്ന് തേങ്ങിക്കരയുന്ന സജ്ജനങ്ങൾ. ഓരോരുത്തരും അവനവനെ പറ്റി പേടിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് അവസാനമായൊരു കാര്യം പറയട്ടെ. സജ്ജനങ്ങൾ ഉപദേശിച്ചത് 3 ഉപദേശമാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയത്. ഇംസാകുൽ ലിസാൻ, നാവ് സൂക്ഷിക്കുക, സത്യം പറയാ, അത് തുറന്നു പറയാ, ആരും പേടിക്കണ്ട. സത്യമേ പറയാവൂ, നുണ പറയരുത്. നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും പറയണ്ട, പക്ഷെ സത്യമായി പറയണം. അത് ആരുടെ മുമ്പിലും മടിച്ചു നിൽക്കരുത്. നാവ് സൂക്ഷിക്കണം. കസറത്തുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവേ പുറത്തു തരണേ, പടച്ചവനെ മാപ്പ് തരണേ എന്ന് ധാരാളം ചോദിച്ച മുഅ്മിനെ, ധാരാളം ചോദിച്ചോ. വൽ ഉസ്ലതു വൽ ബഖാഉ ഫിൽ ബുയൂത്ത്,
വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ, അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ. ആണും പെണ്ണും വീട് വിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും തിന്മകളിലേക്കുള്ള വഴികളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അവനവന്റെ വീടിൽ നിന്ന് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതെ കണ്ണ് സൂക്ഷിക്കാൻ വേണ്ടിയെങ്കിലും അവനവന്റെ ഭവനങ്ങളിൽ കുടുംബത്തെ എത്തു കഴിഞ്ഞോ. പുറത്തിറങ്ങിയാൽ പ്രേമവും കൂടെ നടക്കലും ഓടിപ്പോകലും ചാടിപ്പോകലും ഹറാമ് കാണലുമായി കണ്ണും കാതും മനസ്സും മലിനമാവുകയാണ്. അതുകൊണ്ട് വീട്ടിലിരുന്നോളൂ, നാവ് സൂക്ഷിച്ചോളൂ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ എന്ന് നല്ലൊരു ഉപദേശം നമ്മുടെ മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിനെ വിചാരിച്ച് നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മെ നല്ലവരാക്കി തരട്ടെ, അള്ളാഹു നമ്മെ നല്ലവരാക്കി തരട്ടെ. നമ്മൾ ഓരോരുത്തരും മുനാഫിഖാണോ എന്ന് പേടിക്കേണ്ട വല്ലാത്തൊരു ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മഹാനായ മാലിക് ബിൻ ദീനാർ, നേരത്തെ പറഞ്ഞ മഹാൻ, ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞ മഹാൻ, അവരും അവരുടെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായപ്പോ ദേഷ്യം വന്നപ്പോ ഭാര്യ പറഞ്ഞു, യാ മുനാഫിഖ് യാ മുറായി, കപടവിശ്വാസിയെ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളെ. ആരെ പറ്റി? വലിയ മഹാനവർ, വലിയ സ്ഥാനമാരും ഉണ്ടായിരിക്കാം, അവരുടെ പെണ്ണുങ്ങളുടെ തോൽക്ക് പുല്ല് വിലയായിരിക്കും, നാട്ടിൽ വലിയ ഹോജായിരിക്കാം, പക്ഷെ സ്വന്തം വീട്ടുകാരെ ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. കാരണം അവരുടെ തനി സ്വഭാവങ്ങൾക്കല്ലേ അറിയുള്ളൂ, അപ്പോൾ അവർക്ക് പുല്ല് വിലയായിരിക്കും. പക്ഷെ ഈ മഹാൻ അതിൽപ്പെട്ട ആളല്ല. ദേഷ്യപ്പെട്ടപ്പോ പെണ്ണ് പറഞ്ഞു പോയതാ. എന്ത് പറഞ്ഞു? യാ മുനാഫിഖ്, മുനാഫിഖ് എന്ന് വിളിച്ചു. ആരെ? മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാൻ എന്താ പറഞ്ഞെന്നറിയോ? നിന്നെ തൊലാക്കില്ല. പെണ്ണേ, ഈ ബസറക്കാർ മുഴുവനും യാ ഷെയ്ഖ് എന്നാ എന്നെ വിളിക്കുക, ഷെയ്ഖുന എന്നാ എന്നെ വിളിക്കുക. നീയാണല്ലോ എൻ്റെ ശരിയായ പേര് പഠിച്ചത് മോളെ. ബസറക്കാർക്ക് മറന്നുപോയ ആ എൻ്റെ ശരിയായ പേര് എന്നെ ഓർമ്മിപ്പിച്ചില്ല മോളെ, എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. ഹദാ വസല്ലു വസല്ലിമു അലാ ഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ജസാക്കുമുല്ലാഹ്.